യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ആണ്ടുവട്ടം 10 വ്യാഴം. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. ഈ ഒരു വചനഭാഗത്തിന്റെ തലക്കെട്ട് തന്നെ സഹോദരനുമായി രമ്യതപ്പെടുക എന്നതാണ്. ഇവിടെ കർത്താവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുക, കൊല്ലരുത്. ഈ കൊല്ലുന്ന ഈ ഒരു നിയമത്തേക്കാൾ, കൊല്ലരുത് എന്ന് പറയപ്പെടുന്ന ആ ഒരു നിയമത്തെക്കാളും പ്രാധാന്യം യേശുക്രിസ്തു നൽകുന്നത് നമ്മളെ സഹോദരന്മാരുമായിട്ട് രമ്യതപ്പെട്ട് ജീവിക്കുക എന്നതിലാണ്. ഇവിടെ കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിക്കുന്നത് പ്രകാരമാണ്: നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെന്ന് അവിടെ വച്ച് നിനക്ക് തോന്നിയാൽ ആ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. വ്യക്തമാകുന്നത് പ്രകാരമാണ്: നിന്റെ സഹോദരന് എന്നോട് എന്തെങ്കിലും വിരോധമുണ്ട് എങ്കിൽ, അതായത് എനിക്ക് സഹോദരനോട് വിരോധമുണ്ട് എന്നല്ല ഇവിടെ വ്യക്തമാക്കുന്നത്, മറിച്ച് സഹോദരന് എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ട് എങ്കിൽ അവിടെ കാഴ്ചവസ്തു വച്ചതിന് ശേഷം, ബലിക്ക് മുന്നേ ചെന്ന് രമ്യതപ്പെട്ടതിന് ശേഷം തിരികെ വന്ന് ബലി കഴിക്കുക എന്നതാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. യേശുക്രിസ്തു പാദം കഴുകുന്നതിന് തൊട്ട് മുന്നോടിയായി സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ശിഷ്യന്മാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ശിഷ്യന്മാർ തമ്മിൽ ചെറിയൊരു തർക്കമാണ്, ആരാണ് വലിയവൻ എന്ന ചിന്ത. ഈ ഒരു ചിന്ത കടന്നു വന്നപ്പോൾ യേശുക്രിസ്തു ചെയ്തൊരു പ്രവൃത്തിയാണ് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത്. കാരണം അവിടെ വ്യക്തമാകുന്ന ഇപ്രകാരമാണ്: യേശുക്രിസ്തു തൻ്റെ മരണത്തെ പറ്റി പറയുമ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് ഉണ്ടാകുന്ന ഒരു ചെറിയൊരു സംശയമാണ്, ഇനി ആരാണ് വലിയവൻ എന്ന ചിന്ത. അപ്പോൾ യേശുക്രിസ്തുവിന് മനസ്സിലാകുന്നത് യേശുക്രിസ്തു കാരണം തൻ്റെ ശിഷ്യന്മാർക്കിടയിൽ ഒരു വിരോധം ഉണ്ടാവുകയാണ്, ആരാണ് വലിയവൻ എന്ന ചിന്ത കടന്നു വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നത്. ഇവിടെ യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചു തന്നത് ഈ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൻ്റെ പൂർത്തീകരണമാണ്. അതായത് തൻ്റെ സഹോദരന്മാർക്ക് വിരോധമുണ്ട് എന്ന് തോന്നിയപ്പോൾ ബലി പൂർത്തിയാകുന്നതിന് മുന്നേ ആയിട്ട് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് അവരെ ചേർത്ത് പിടിച്ചു. അവർ ഈ ഒരു സഹോദരന്മാരായിട്ട് രമ്യതപ്പെട്ടു എന്നതാണ് കാണിച്ചു വയ്ക്കുന്നത്. ഈ ഒരു ചിന്ത നമുക്ക് നൽകുന്ന സന്ദേശവും അത് തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനും എല്ലാവരുമായിട്ട് രമ്യതപ്പെട്ട് ജീവിക്കുക എന്നാണ്. എനിക്ക് ആരും തന്നെ ശത്രുക്കളില്ല എന്നത്. അതായത് ചിലപ്പോൾ ചില സാഹചര്യത്തിലെങ്കിലും ഞാൻ പറയാറുണ്ട്, എനിക്കാരും ശത്രുക്കളില്ല എന്ന്. ഇവിടെ കർത്താവ് കുറച്ചും കൂടെ ആഴത്തിൽ പറയുകയാണ്, സഹോദരന് നിന്നോട് എന്തെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ എന്നാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവരുമായിട്ട് രമ്യതപ്പെട്ട് ജീവിക്കാം. നമുക്ക് എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനായിട്ട് സാധ്യമാകണം. എങ്കിൽ മാത്രമേ എൻ്റെ ബലി പൂർത്തിയാക്കുവാനായിട്ട് എനിക്ക് സാധ്യമാവുകയുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.